ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ചോടെ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ പടക്ക് വെച്ചതും അതൊക്കെയാണ് കേട്ടോ. അയ്യോ അന്നത്തെ പോലെ നൈറ്റ് പടക്കൊക്കെ വച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉരുളക്കിഴങ്ങ് കറിയും പൂരിയും ആയിരുന്നു കേട്ടോ. അങ്ങനെ മസാല ഉണ്ടാക്കാനായിട്ട് ഉള്ളിയും ചേച്ചിയുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്പി ഉള്ളിയും പച്ചമുളകും കൂടി വഴറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് മുഴുവനോടെ തന്നെ കുക്കറിൽ തൊലിയോടെ ഇട്ട് വേവിക്കും കേട്ടോ. വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തൊലിയൊക്കെ ഇളക്കിയിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ വശക്കിട്ട് ഇതിലോട്ട് ഈ കറിയിലോട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കിത് നമ്മൾ കട്ടിയായിട്ട് വരുന്ന സമയം നമുക്ക് കുറച്ച് കടലമാവും കൂടി കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടുത്തത് പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ചേച്ചി കുറച്ച് റവയും കൂടി ഇടാറുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊള്ളി വരാറുണ്ട് പൂരിയൊക്കെ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പൂരിയും പൊട്ടറ്റോ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം നാടൻ നെല്ലിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ നമ്മൾ നെല്ലിക്ക അച്ചാറാണ് ആദ്യം വയ്ക്കാൻ പോകുന്നത്. 2 ദിവസം നല്ല മഴയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നല്ല വെയിലായിരുന്നു. രാവിലെ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ ഇതാണ് കേട്ടോ. മഴയൊന്നും ഇല്ലേൽ ചെറിക്കുട്ടനും അച്ചാമ്മയും കൂടെ കടയിലൊക്കെ പോകുമായിരുന്നേ. അത് കഴിഞ്ഞ ശേഷം ഞാൻ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി നെല്ലിക്ക അച്ചാറൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് ഗീസ്. ഇത് ഞാനാണ് കേട്ടോ അച്ചാറുണ്ടാക്കിയ. ആദ്യം നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും കറിവേപ്പില എല്ലാം ഇട്ട് നല്ല രീതിയിൽ വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് പൊടികളായിട്ട് ചെയ്ത് കൊടുക്കുക. ആ സമയം നമ്മൾ ഒത്തിരി നേരമൊന്നും ആവശ്യമില്ല, കുറച്ച് സമയം മതി കേട്ടോ. നെല്ലിക്ക ഒന്ന് ആവി കയറാനായിട്ട്. ഞാനിവിടെ നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൽ പാകത്തിന് ഉപ്പും പിന്നെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. ഇവിടെ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കായക്കട്ടയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി റെഡിയായി വരുന്ന സമയം നമുക്ക് ഇതിലോട്ട് വേറെ ഒരുപാട് പൊടികളുടെ ആവശ്യമൊന്നുമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ആ സമയം നമ്മുടെ നെല്ലിക്ക ഇവിടെ പാകമായിട്ട് ആവി കയറി റെഡിയായിട്ടുണ്ട്. അത് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ നെല്ലിക്ക കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കേട്ടോ. അതും നമ്മൾ ആവി കയറ്റുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ കട്ടായി വരാറുണ്ട്. ആ കട്ടായില്ലെങ്കിൽ നമ്മൾ പിച്ചാത്തി വെച്ചൊന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാമെന്നാണ്. നെല്ലിക്ക റെസിപ്പിയുടെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കാണ് കേട്ടോ. ഇതുപോലത്തെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിക്ക് നെല്ലിക്ക അച്ചാറാണ് വയ്ക്കാൻ അത്ര പറ്റാത്തതെന്ന് പറഞ്ഞു. നാരങ്ങയും മാങ്ങയൊക്കെ പറ്റും, നെല്ലിക്ക അച്ചാർ. അങ്ങനെ ഞാനാണ് നെല്ലിക്ക അച്ചാറിന്ന് ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ട് നമുക്കിതിലേക്ക് നെല്ലിക്ക ആവി കയറ്റിയില്ലേ അതിൻ്റെ അടിയിൽ വന്നിരുന്ന വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം ആവശ്യമാണ് അപ്പോൾ ആ വെള്ളമാണ് കേട്ടോ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം നല്ല തിളച്ച് വറ്റി വരട്ടെ. ആ സമയം നമുക്ക് നെല്ലിക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നെല്ലിക്ക നമുക്ക് ഇതിലോട്ട് കീറി ഇട്ട് കൊടുക്കാം. നമുക്ക് വെന്ത് വന്നിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമ്മൾ ആവി കയറ്റുമ്പോൾ തന്നെ ചിലപ്പം അത് നല്ല രീതിയിൽ ഇങ്ങനെ വെടിച്ച് വരും. അപ്പോൾ നമുക്കതിനെ ഇറുത്തിട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളച്ച് നമുക്ക് അരപ്പിന് പാകമായി വരുന്ന ശേഷം നമുക്ക് നെല്ലിക്ക ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഈയിടെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് കുഞ്ഞ് കത്തിരിക്ക മേടിച്ചിട്ടുണ്ടായിരുന്നേ. ആ കുഞ്ഞ് കത്തിരിക്ക വെച്ചിട്ട് ഒരു കറിയാണ്, മെഴുക്കുവരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, അത് ചേച്ചി ഉണ്ടാക്കിയത്. അത് ചെറിയ ഉള്ളിയൊക്കെ എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം കത്തിരിക്കയൊക്കെ മുഴുവനോടെ തന്നെ കീറിയിട്ട് കൊടുത്തു. അതിലേക്ക് മുളക് പൊടിയും കുറച്ച് മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കത്തിരിക്ക കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഇന്ന് ഒരു ചെറിയായിട്ട് രസമാണ് ഉണ്ടാക്കിയത്. രസമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. പിന്നെ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ, അങ്ങനെ ഞണ്ട് മേടിച്ച് ഫ്രൈ ചെയ്തായിരുന്നു. ഞണ്ട് നമ്മൾ ഫ്രൈ ചെയ്യും, പക്ഷേ ചേച്ചിയുടെ ഫ്രൈ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ട് നല്ല മസാല പിടിച്ച ഞണ്ട് ഫ്രൈ ആണേ. അങ്ങനെ അത് ഞണ്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞണ്ടിൻ്റെ ചെറിയ കാലുകളെടുത്ത് മോളൊരു കറി ഉണ്ടാക്കി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ കറികൾ കേട്ടോ. വൈകിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് സിതുമോനും മോളും കൂടെ കാറൊക്കെ കഴുകിയെടുത്ത് നമ്മളങ്ങനെ വൈകിട്ടത്തെ പുറത്ത് പോകണ വിശേഷമൊക്കെ നാളെ കാണാം. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ദെൻ നമ്മൾ പടക്കൊക്കെ വെക്കാൻ പോവുകയാണേ. ഇവിടെ ഇതുവരെയും പടക്കൊന്നും വെച്ച് തീർന്നിട്ടില്ല. ഇവിടെ രാവിലെ ആകുമ്പം അവലൊക്കെ കൊണ്ടുപോകും കേട്ടോ, വണ്ടിയിലിങ്ങനെ ചമ്പാവൽ 4 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി പടക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. എൻ്റെ ചെറുക്കുട്ടനൊക്കെ ഭയങ്കര ഒരു പേടിയില്ല പടക്കൊന്നും വയ്ക്കുന്നത്. നമ്മളടുത്ത് ഈ പുകയായതുകൊണ്ടൊന്നും കൊണ്ടുപോകത്തില്ല, പക്ഷേ ഒരു പേടിയില്ല. എത്ര ഭയങ്കര സൗണ്ട് ഒന്നും കരയത്തേ ഇല്ല. കുറച്ചുകൂടെ വലുതായ ശേഷം അപ്പയുടെ കൂടെ നിന്ന് പടക്കൊക്കെ വയ്ക്കേണ്ട ആളാണ് കേട്ടോ. ആദ്യം സിദ്ധുമോൻ വെച്ചത് 5000 വന്നത് മാലപ്പടക്കുണ്ടല്ലോ നമ്മുടെ, അത് 5000 എണ്ണം ചേർന്നതാണ്. എൻ്റെ വിച്ചൂട്ടനിപ്പം ആദ്യമായിട്ട് വയ്ക്കാൻ പോവുകയാണ് 1000 ഉള്ളത്. അങ്ങനെ നമ്മൾ ദീപാവലിയൊക്കെ അടിച്ച് പൊളിച്ച് കേസ്. ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട്, അതോടെ നമ്മുടെ തമിഴ്നാട് വിശേഷങ്ങൾ കഴിയുന്നതാണ്. എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ടേ. ചെറുക്കുട്ടനാണെങ്കിൽ അമ്മയും അച്ഛന് കമ്പി മത്താപ്പൊക്കെ വയ്ക്കുന്നത് കണ്ടുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് നീക്ക് മക്കളെ. മെഡിസിനൽ പ്ലാന്റാണ് കേട്ടോ, ഷുഗറൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്നത്. ഇവിടെ സിദ്ധുമോൻ്റെ അച്ഛനാണെങ്കിൽ ഹെൽത്തൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ആളാണ്. അപ്പം അതിന് വേണ്ടി നട്ട് വളർത്തിയിരിക്കുന്ന ചെടിയാണ്. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റ ബേബി, സി യു.